Hello all, welcome to Xylem IAS Means Answer Writing Program കൂടെ ഡേ 4. നമ്മളിത് മോഡേൺ ഇന്ത്യ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. ദ എവല്യൂഷൻ ഓഫ് വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു എവല്യൂഷൻ ഓഫ് മെയിൻ സ്ട്രീം നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ. കമൻറ്റ്. The evolution of working class movement in India is closely linked to evolution of mainstream national freedom struggle. അതായത് ഇന്ത്യയിലെ വർക്കിംഗ് ക്ലാസ് മൂവ്മെൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം നാഷണൽ ഫ്രീഡം സ്ട്രഗിളിൻ്റെ എവല്യൂഷനുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. കമൻറ്റ്. സ്ട്രക്ചർ ചെയ്യാനും അതുപോലെ തന്നെ ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും കുട്ടികൾ ഇന്ന് ബുദ്ധിമുട്ടിയ ഒരു സെനാരിയോ ആയിരുന്നു. എവിടെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, നമ്മൾ കോളം വരച്ചിട്ട് എവല്യൂഷൻ ഓഫ് വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റും എവല്യൂഷൻ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ അങ്ങനെ എഴുതണോ ഇല്ലെങ്കിൽ അത് സെപ്പറേറ്റ് എഴുതണോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്യാൻ പാടായിട്ടുള്ള ചില ചോദ്യങ്ങൾ എക്സാമിന് വന്നേക്കാം. അപ്പം അതിൻ്റെ അകത്ത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ക്രക്സ് നമുക്ക് നറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇപ്പം എഴുതുന്നത് ശരിയാണോ എന്ന് എപ്പോഴും ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 7 മിനിറ്റിൽ നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷേ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ, അതിലൊരു കൺവിക്ഷൻ ഉണ്ടാക്കി നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടി തുടങ്ങുക. ചിലപ്പോൾ അതിലൊരു പാർട്ട് മിസ്സായേക്കാം, പക്ഷേ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ ദാൻ ക്രിയേറ്റിംഗ് എ ഹാഫ് ഫസാഡ് ആൻസർ. ഇതുണ്ടോ ഇല്ലെങ്കിൽ അതുണ്ടോ, ഇത് എഴുതിയാൽ ശരിയാവോ എന്നൊക്കെ വളരെ ഡൗട്ട്ഫുള്ളായിട്ട് നമ്മൾ ഹാഫ് ഫസാഡായിട്ടൊരു ആൻസർ എഴുതുന്നേക്കാൾ നല്ലത് ഒരു കൺവിക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ആൻസർ എഴുതുന്നതാണ്. എന്തായാലും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാമേ. ഇൻട്രൊഡക്ഷൻ. The working class movement in India evolved alongside national freedom struggle, both shaped by exploitative nature of British colonial rule. ഇൻട്രൊഡക്ഷൻ എന്താ കാണിക്കേണ്ടത്? നമുക്ക് ചോദ്യം മനസ്സിലായി എന്നുള്ളതാണ്. അത് പറ്റുന്ന അത്ര ഫാക്ച്വൽ ആക്കുന്നത് നല്ലതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡുകൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. ക്വസ്റ്റിനെ പറ്റിയുള്ളൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാം, അനാലിസിസ് കൊണ്ടുവരാം, കോണ്ടെക്സ്റ്റ് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞൊരു അണ്ടർസ്റ്റാൻഡിങ് കോണ്ടെക്സ്റ്റുമാണ്. വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ നാഷണൽ ഫ്രീഡം സ്ട്രഗിളും പരസ്പര പൂരകങ്ങളായിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് വെർ ഷേപ്ഡ് ബൈ ദ എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചർ ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. ഇന്ത്യൻ സൊസൈറ്റി നാഷണൽ ഫ്രീഡം സ്ട്രഗിളിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ് ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെയും ബേസിക് കാരണം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചർ ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. ഓക്കെ, ഇനി മെയിൻ പാർട്ട് എങ്ങനെയാണ് ദ എവല്യൂഷൻ വാസ് ലിങ്ക്ഡ് ടു നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ എന്നുള്ളത്. അത് പല രീതിയിൽ എഴുതാം. നമുക്ക് വേണമെങ്കിൽ വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റിൻ്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് കാണിക്കാം. ഇപ്പം ഏർലിയർ ഫേസ്, ഇനിഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ അൺഓർഗനൈസ്ഡ് ആയിരുന്നു. വേൾഡ് വാറിൻ്റെ ടൈമിലൊക്കെ അൺഓർഗനൈസ്ഡ് ആയിരുന്നു എന്ന് മാത്രമല്ല അവരുടെ ഗോളെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെന്ന് പറയുന്നത് ലാർജ്ലി എക്കണോമിക് ആയിരുന്നു. അതിനുശേഷം ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പോലുള്ള ഓർഗനൈസേഷൻ വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജീസ് ഇവരിലേക്ക് സ്ട്രോങ് ആയിട്ട് പെനട്രേറ്റ് ചെയ്യുന്നത് കാണാം. ഈ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജീസ് വന്ന ശേഷമാണ് മാസ്സായിട്ടൊരു മൊബിലൈസേഷൻ ശരിക്കും വർക്കേഴ്സിനിടയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ലേബർ റൈറ്റ് മൂവ്മെൻറ്റ്സും ഒക്കെ വന്ന് മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ട് തന്നെ ലേബർ യൂണിയൻസ് മാറുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അതല്ല മെയിൻ ചോദ്യം എന്ന് പറയുന്നത്. മെയിൻ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദിസ് വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ് ക്ലോസ്ലി അലൈൻഡ് വിത്ത് നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമതായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത്. വർക്കിംഗ് ക്ലാസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത കൊളോണിയലിസം തന്നെയാണ് മെയിൻ സ്ട്രീം നാഷണൽ ഫ്രീഡം സ്ട്രഗിളിന് ഒരു മൊമെൻറ്റം
കൊടുക്കുന്നത്. ഇപ്പോൾ വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റിൽ ആ കൊളോണിയലിസം, അവരുടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഇവർ മനസ്സിലായി കഴിയുമ്പോഴാണ് അതിൽ നിന്ന് വന്ന ആ കൺവിക്ഷൻ, അത് തന്നെയാണ് നമ്മൾ മെയിൻ സ്ട്രീം മൂവ്മെൻറ്റിൽ എക്കണോമിക് ഡ്രെയിൻ തിയറി ആയിട്ട് കാണുന്നത്. വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റിൽ കാരണമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ് മെയിൻ സ്ട്രീം നാഷണൽ ഫ്രീഡം സ്ട്രഗിളിൽ ദാദാഭായ് നവറോജിയെ പോലുള്ളവർ മുന്നോട്ട് വെച്ചിട്ടുള്ള എക്കണോമിക് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ഗാന്ധി സപ്പോർട്ടഡ് പീസ്ഫുൾ ലേബർ ആക്ടിവിസം. എഗെയിൻ മെയിൻ സ്ട്രീം ലീഡേഴ്സ് തന്നെ വർക്കേഴ്സ് മൂവ്മെൻറ്റിനെയും പിന്തുണയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഗാന്ധിയെ പോലുള്ളവർ മിൽ സ്ട്രൈക്കുകളും അങ്ങനത്തെ കാര്യങ്ങളുമെല്ലാം ഓർഗനൈസ് ചെയ്ത് അതിനെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എമർജൻസ് ഓഫ് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജീസ് ഇൻ വർക്കേഴ്സ് മൂവ്മെൻറ്റ്. ഈ വർക്കേഴ്സ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജീസ്, അതിൻ്റെ തന്നെ എക്സ്റ്റൻഷൻ സിവിൽ ഡിസൊബീഡിയൻസും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ലേബർ യൂണിയൻസ്, വർക്കേഴ്സ് ഓർഗനൈസേഷൻസ്, ദേ ബിക്കെയിം എ പൊളിറ്റിക്കൽ ഫോഴ്സ്. അവർ പൊളിറ്റിക്കൽ ഫോഴ്സ് ആകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ബിക്കം മോർ അട്രാക്റ്റഡ് ടു ദ നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ. അതുകൊണ്ട് തന്നെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം ഫസ്റ്റ് പാർട്ട് നമ്മൾ എങ്ങനെയാണ് വർക്കേഴ്സ് മൂവ്മെൻറ്റ് ഇവോൾവ് ആയതെന്ന് കുറച്ച് ഫാക്ച്വൽ ആസ്പെക്റ്റിൽ കാണിക്കുന്നുണ്ടെങ്കിൽ, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കുറച്ചും കൂടി അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, അവരുടെ ഐഡിയോളജീസ് നാഷണൽ മൂവ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, thus the working class movement brought the middle class into freedom struggle, thereby helped to broaden the freedom struggle social base and also influenced post-independent labor rights. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ലേറ്റ് ബുദ്ധിസ്റ്റ് ഗ്രോത്ത്, അപ്പോൾ പാലാസ് എങ്ങനെയാണ് ബുദ്ധിസ്റ്റ് ഗ്രോത്ത് കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഡെഫിനറ്റ് ആയിട്ടൊരു സ്ട്രക്ചർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു സിംഗിൾ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല ഇത്. പല രീതിയിൽ എഴുതാനായിട്ട് പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇന്ന് ഞാൻ ഫീഡ്ബാക്ക് കൊടുത്തതിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പല കുട്ടികളും നന്നായിട്ട് തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേരും ദേ വർ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ആൻ ആൻസർ, ഫൈൻഡ് എ സ്ട്രക്ചർ. അപ്പം അങ്ങനെയുള്ളവർ എഗെയിൻ ഞാൻ തന്ന ഫീഡ്ബാക്കിനനുസരിച്ച് അത് മാറ്റി എഴുതുക. ഇന്ന് പ്രസൻറ്റ് ചെയ്ത ഈ ആൻസർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നല്ല മോഡൽ ആൻസർ എന്ന് മാത്രം കണ്ടാൽ മതി. പല രീതിയിൽ നമുക്ക് പല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന, പല രീതിയിൽ സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വേ ടു അപ്രോച്ച് എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു മോഡൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു മീ. നമ്മുടെ സൈലത്തിൻ്റെ വാട്സാപ്പ് ചാനലിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി കുട്ടികളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫർദർ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു.